2 മാസത്തെ അവധിക്ക് ശേഷം ഇന്ന് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആഘോഷമായാണ് പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചത്. ജില്ലാതല പ്രവേശനോത്സവം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവങ്ങൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. കരച്ചിലും പരിഭവവും ചിരിയും ഒക്കെ ഇടകലർന്ന പ്രവേശനോത്സവ അനുഭവമാണ് LP സ്കൂളുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതിർത്തി മേഖലയിലെ പ്രധാന LP സ്കൂളായ RPM LP സ്കൂളിൽ നിന്നും പ്രവേശനോത്സവ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് PA ഇപ്പോൾ ചേരുന്നു. അനീഷ്, പ്രവേശനോത്സവം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ കുട്ടികളുടെ ഒരു സഹകരണം എങ്ങനെയാണ്? കുട്ടികൾ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ആവേശോത്സവമായാണ് പ്രവേശനോത്സവത്തെ സ്കൂൾ അധികൃതരും വരവേറ്റിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷിബിൻ, 2 മാസത്തെ വലിയ അവധിക്ക് ശേഷം ഇന്ന് വീണ്ടും വിദ്യാലയങ്ങൾ സജീവമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, കൊച്ചുകുട്ടികൾ എല്ലാവരും തന്നെ സ്കൂളിലേക്ക് എത്തുന്നു. വളരെ ആഹ്ലാദകരമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടന്നു പോകുന്നത്. ജില്ലാതല പ്രവേശനോത്സവം ഇന്ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം ചെയ്തത്. രാവിലെ മുതൽക്കേ തന്നെ ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ വിദ്യാലയങ്ങളെല്ലാം തന്നെ സജീവമായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിട്ട് വിദ്യാലയങ്ങളിൽ PTA കമ്മിറ്റികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തിയത്. സ്കൂൾ ശുചിമുറികൾ വൃത്തിയാക്കുക, അതുപോലെ തന്നെ സ്കൂൾ പരിസരം റെഡിയാക്കുക, മറ്റ് ചുറ്റുമതിലുകൾ നിർമ്മിക്കുക തുടങ്ങി എല്ലാവിധ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ഇന്ന് രാവിലെ എല്ലാ വിദ്യാലയങ്ങളിലും, പൊതുവിദ്യാലയങ്ങളിൽ അടക്കം എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് പ്രവേശനോത്സവങ്ങൾ നടക്കുന്നത്. പ്രവേശനോത്സവങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെമ്മോറിയൽ LP സ്കൂളിലാണ്, ചോറ്റുപാറയിലെ സ്കൂളിലാണ്. ഇവിടെ വളരെ വലിയ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന DYSP നിഷാദ് മോനാണ് ഇവിടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി വന്നത്. ഇദ്ദേഹം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങി നടത്തിയ പ്രഭാഷണവും കുട്ടികളുമായി നടത്തിയ ഇന്ററാക്ഷനും ഒക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. എന്താണെങ്കിലും ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവേശനോത്സവങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസക്കാലം കുട്ടികൾ കളിച്ച് തിമിർത്ത് നടന്നിരുന്ന ഒരു കാലമായിരുന്നു. മാങ്ങയും ചക്കയും പഴങ്ങളും ഒക്കെ കളിച്ചുല്ലസിച്ച് നടന്നതിന് ശേഷമാണ് പൊടുന്നനെ ഇന്ന് സ്കൂളിലേക്ക് എത്തിയത്. ഇതിന്റെ ഒരു പിണക്കവും ഇല്ലെങ്കിൽ പരിഭവവും ഒക്കെ ചില വിദ്യാർത്ഥികൾ കാണിച്ചിരുന്നുവെങ്കിലും ഭൂരിഭാഗം വിദ്യാർത്ഥികളും ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ്. അവരുടെ പുതിയ ഒരു അധ്യയന വർഷത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. എല്ലാ വിദ്യാലയങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ടത് പൊതുവിദ്യാലയങ്ങളുടെ സാഹചര്യമാണ്. എയ്ഡഡ് സ്കൂളുകൾ അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ വളരെ വലിയ മെച്ചപ്പെട്ട നിലയിലുള്ള വിദ്യാഭ്യാസ സാഹചര്യമാണ് ഇത്തവണ സംസ്ഥാന ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി തന്നെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഓരോ വർഷം കഴിയുമ്പോഴും ക്രമാതീതമായ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും ആ പതിവ് തന്നെയാണ് തുടരുന്നത്. എയ്ഡഡ് സ്കൂളുകളിലേക്കും ഗവൺമെന്റ് സ്കൂളുകളിലേക്കും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം ഒരു ഒഴുക്കാണ്. ഈ സ്കൂളുകളിലെല്ലാം തന്നെ വളരെ വർണ്ണാഭമായ രീതിയിലുള്ള പ്രവേശന ഉത്സവമാണ് ഇന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോഴും സ്കൂളുകളിൽ പ്രവേശന ഉത്സവങ്ങൾ നടക്കുന്നു, മധുരം പങ്കുവയ്ക്കുന്നു. ഈ പരിപാടികൾക്കെല്ലാം ശേഷം കുട്ടികൾക്ക് മിക്ക സ്കൂളുകളിലും പായസമൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പായസ വിതരണത്തോടു കൂടിയും ബലൂണുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക വർണ്ണക്കുടകളും വർണ്ണത്തൊപ്പികളും ഒക്കെ അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇന്ന് പ്രവേശന ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും പ്രവേശനോത്സവം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ക്ലാസുകളൊന്നും തന്നെ ഇല്ല. നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു, ആദ്യത്തെ 2 ആഴ്ചക്കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ സ്കൂളിനെ, കൂട്ടുകാരെ ഒക്കെ പരിചയപ്പെടുവാനുള്ള ഒരു സമയമാണ്. അതിനാൽ തന്നെ ആദ്യത്തെ 2 ആഴ്ച ഇത്തരത്തിൽ വിദ്യാഭ്യാസമോ ക്ലാസ്സോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. മറ്റ് ആക്ടിവിറ്റികളായിരിക്കും കുട്ടികൾ എല്ലാവരും തന്നെ പങ്കെടുക്കുക. എന്താണെങ്കിലും എല്ലാവരും സന്തോഷത്തിലാണ്. ആദ്യ മണിക്കൂറുകളിൽ പരിഭവവും കരച്ചിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളുടെ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് LKG UKG അതുപോലെ തന്നെ കിൻഡർ
കിൻഡർഗാർട്ടൻ കുട്ടികൾ, അതുപോലെ തന്നെ LP സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള കരച്ചിലൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അവരെല്ലാം സന്തോഷവാന്മാരാണ്. ആടിയും പാടിയും കളിച്ചുമൊക്കെ തന്നെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ പ്രവേശനോത്സവങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതിൻ.